അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ അവർ ഗെയിം കളിച്ചിട്ട് അവരവരുടെ വഴിക്കും. അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നത് അവിടെ വെച്ചിട്ട്. അല്ലേ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ്. ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ചേട്ടൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടിൽ എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിനൊരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ ഇരുന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും, കാണും. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യേണ്ടത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുമോ? ഏറെ കയറ്റില്ലേ? എങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് തോന്നിയോ? തോന്നി. അല്ല ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയുന്നത്? അത് BCCI റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാ. ഞാൻ അതിനകത്ത് ചെയ്തതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയുക, ഊളയെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാനോടാ. എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ വാക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ്? വാക്കൗട്ട് എന്ന് എനിക്കറിയില്ല. അതങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടറിൻ്റെ ഡോക്ടർ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. നിങ്ങൾക്ക് തോന്നുന്ന ഞാൻ പറയട്ടെ, എനിക്കൊരു അഭിപ്രായമില്ല. എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗേ ഉള്ളൂ. അല്ല, ബേസിക്കലി സത്യം പറഞ്ഞ എന്താണ്, ഇപ്പൊ ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുകയും നമ്മുടെ ഫാമിലിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാനത് അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ധാരണ വേണ്ടേ ബ്രോ? കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം വാക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് ഞാൻ കരയുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും. അപ്പം നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂമാണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. അപ്പോൾ എനിക്കൊരു റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം